നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വനിതാ ദിനം. എവിടെയും തഴയപ്പെടേണ്ടവളല്ല സ്ത്രീ. മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ മുന്നേറാൻ കഴിവുള്ളവരാണ് വനിതകൾ. അടിച്ചമർത്തലുകളുടെ പിൻകാലത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലൂടെ നടക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വന്നതോടെ സർവ്വമേഖലകളിലും ചരിത്രം കുറിക്കാവുന്ന നേട്ടങ്ങൾ കൊയ്യുകയാണ് പെൺപട. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം മാറി നിൽക്കേണ്ടി വന്നു എന്ന ഡയലോഗിനി സ്ഥാനമില്ല. കാരണം അവൾ പെണ്ണാണ്, പെൺകരുത്താണ്. അവൾക്കും സാധ്യമായതേ ഈ ലോകത്തുള്ളൂ. ഒറ്റപ്പെടുത്തലുകളെയും കുത്തുവാക്കുകളെയും മാറ്റി നിർത്തപ്പെടലുകളെയുമെല്ലാം എങ്ങനെ നേരിടണമെന്നവൾ പഠിച്ചു കഴിഞ്ഞു. അനുഭവങ്ങളുടെ കരുത്തിൽ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്ത് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും ഒരു കുടുംബം പോറ്റാനും ഇന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ പെണ്ണിന് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സ്ത്രീശക്തി. വേർതിരിവുകൾക്കെതിരെ ശബ്ദമുയർത്താൻ, ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, ചൂഷണങ്ങളെ നേരിടാൻ, പരസഹായമില്ലാതെ പോരാടാനുള്ള മനസ്സ് ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അർത്ഥത്തിലും അവൾ സ്വയം പര്യാപ്തയാണ്. വീട്ടകങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടേണ്ട കാലം കഴിഞ്ഞു. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്കെത്തിയ സ്ത്രീ ഇന്ന് ആ അരങ്ങ് കൂടി തകർത്ത് വാഴുകയാണ്. ന്യൂസ് ഡെസ്ക് CCTV. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സ്ത്രീകളുടെ മിനി മാരത്തോൺ ശ്രദ്ധേയമായി. 100 കണക്കിന് സ്ത്രീകളാണ് മാരത്തോണിൽ അണിനിരുന്നത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. പ്രായഭേദമന്യേ മുതിർന്ന വനിതകളടക്കം 100ഓളം സ്ത്രീകളും പെൺകുട്ടികളും അടക്കമുള്ളവരാണ് മിനി മാരത്തോണിൽ പങ്കെടുത്തത്. പട്ടാമ്പി റോട്ടറി ക്ലബിന്റെയും റുസിയ IVF സെന്ററിന്റെയും വണ്ടർ വുമൺ ഫിറ്റ്നസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മാരത്തോൺ ഒരുക്കിയത്. ഡോക്ടർ രേഖാകൃഷ്ണൻ മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ നടന്ന സമാപന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 നമുക്ക് വനിതാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. വനിതാ ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ദിനം എന്ന് മാത്രമാണോ? അല്ല, നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വനിതാ ദിനം ആഘോഷിക്കുന്നത്. മാർച്ച് 8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും മറ്റു പൊതു ഇടങ്ങളിലായാലും സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിൽ, സ്ത്രീകളെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ. വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച സ്ത്രീകളെ ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ ബുഷറ മുജീബ്, നിഷ അജ്മൽ, മാലിനി സുബ്രഹ്മണ്യം, ഡോക്ടർ പ്രമീള, ഡോക്ടർ രേഖാകൃഷ്ണ, MES സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ആശാ ബൈജു, ഡോക്ടർ രജനി ദേവദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്ത്രീകളുടെ കൂട്ടായ്മയിലുള്ള ചാരിറ്റി സംഘടനയ്ക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മികവ് തെളിയിച്ച വനിതാ സംരംഭകർക്ക് ആദരം നൽകി. ഡോക്ടർ P രാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാർഷിക രംഗത്തെ മികവ് തെളിയിച്ച വനിതാ സംരംഭകരെ ആദരിച്ചത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്ര അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ രാജി P ഉദ്ഘാടനം ചെയ്തു. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും നമ്മൾ വനിതാ ശാക്തീകരണം എന്ന് ഒരുപാട് നാള് മുതൽ പറഞ്ഞ് വനിതകൾ ഓൾറെഡി ഒരുപാട് എംപവേർഡായി ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവുകളാണ് ഇതൊക്കെ തന്നെ. തീർച്ചയായും ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിൽ പല ഏജൻസികളുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനിതകൾക്ക് പല അവസരങ്ങളും കിട്ടുന്നുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ഗ്രൂപ്പായിട്ട് നല്ല അതിലൊരു ലീഡർഷിപ്പോട് കൂടി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വനിതകള്
അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും അവര് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിവിജ്ഞാനം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുമിയ KV, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിജിഷ AS തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതാ സംരംഭകരുടെ വിജയത്തിന് കൃഷി വിജ്ഞാന കേന്ദ്രം നൽകിയ പങ്കിനെക്കുറിച്ചും വിവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് വിജയത്തിലേക്കെത്തിയ വഴികളെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം നടത്തി. പ്രൊഫസർ CP ചിത്ര ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. റിട്ടയർഡ് പ്രൊഫസർ CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. ആ ജീവിതാനുഭവങ്ങളിലൂടെ ഇന്നത്തെ ഒരുപക്ഷെ അന്ന് നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ സംസാരിച്ചതുപോലെ പോലും ഇന്നത്തെ കുട്ടികൾ അവരുടെ തൊഴിലിടങ്ങളിൽ സംസാരിക്കുന്നുണ്ടോ എന്നറിയില്ല, പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. എന്തൊക്കെയായാലും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയും. ആ അനുഭവം കൊണ്ട് ഇവിടെ പറഞ്ഞു കരുത്തരായിട്ടുള്ള, ഇപ്പോഴും ഞങ്ങൾക്ക് പ്രായമായി എന്ന് സമ്മതിക്കാതെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. കൗൺസിലിങ്ങൊക്കെ പോകുന്ന അന്യജിത്തരെ പോലെ, അതുപോലെ തന്നെ കമലത്തിനെ പോലെ, അവരുടെ ഒരുപാട് പേരില്ലേ ഞങ്ങൾക്ക് പ്രായമായിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ സകല കാമനകളിലേക്കും കടന്നു ചെല്ലാനുള്ള പന്തേണ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരിക എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക എന്നതിനേക്കാളും ഞങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യാനാകും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് വേണ്ടത്. നിങ്ങൾ C. ഉഷ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ നിഷ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. CP സുജാത, T. ശാന്തകുമാരി, KM ഉണ്ണികൃഷ്ണൻ, S. പ്രഭാകരൻ, ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പട്ടാമ്പിയിലെത്തി. രാവിലെ മുതൽ ഉച്ചവരെ പട്ടാമ്പിയിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. NDAക്ക് അനുകൂലമായ സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളതെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പട്ടാമ്പി മണ്ഡലത്തിൽ ഊർജിതമായി. വ്യാഴാഴ്ച രാവിലെ മുതൽ പട്ടാമ്പി മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. പ്രധാന വ്യക്തികളെയും വ്യാപാരികളെയും മറ്റും നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയായിരുന്നു പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തിയത്. രാവിലെ പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയായിരുന്നു പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഓങ്ങല്ലൂർ അണ്ടലാടിമന ഉൾപ്പെടെ ഓങ്ങല്ലൂർ പ്രദേശത്തെ വിവിധ ഇടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളിലും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹയജ്ഞ വേദിയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. തുടർന്ന് യജ്ഞാചാര്യനുമായി അല്പനേരം കുശലാന്വേഷണം നടത്തി. യജ്ഞത്തിനെത്തിയവർക്ക് അന്നദാനം വിളമ്പിക്കൊടുക്കുവാനും സ്ഥാനാർത്ഥി മറന്നില്ല. പ്രസാദ് ഊട്ട് കഴിച്ചാണ് സ്ഥാനാർത്ഥി ഇവിടെ നിന്നും മടങ്ങിയത്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ NDAക്ക് അനുകൂലമായ നിലപാടാണുള്ളതെന്നും മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങൾക്കുള്ളിലുണ്ടെന്നും ശ്രീ കൃഷ്ണകുമാർ പ്രതികരിച്ചു. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാന വോട്ടർമാരെ നേരിൽ കണ്ട്, അതുപോലെ തന്നെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം BJP NDA സഖ്യം പൂർത്തീകരിക്കാനുള്ള അവസാന ഘട്ടത്തിലാണ്. വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇന്ന് ലഭിക്കുന്നത്. രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിച്ചത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും NDAയിലേക്കും സാധാരണക്കാർ മുതൽ അതുപോലെ മറ്റു പാർട്ടികളുടെ ചുമതലകൾ വഹിച്ച ആളുകൾ വരെ നരേന്ദ്രമോദിജി ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ആകർഷകരായി വീണ്ടും മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം കേന്ദ്രത്തിൽ വരണം. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ലോക്സഭയിൽ കേരളത്തിൽ നിന്നും പാലക്കാട് നിന്നും ജനപ്രതിനിധികൾ വേണമെന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ പര്യടന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. തീർച്ചയായിട്ടും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മോദിജിക്ക് അനുകൂലമായിട്ടുള്ള മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയുടെ വിജയം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഉച്ചവരെയായിരുന്നു പട്ടാമ്പി മണ്ഡലത്തിലെ പര്യടനം. പ്രധാന വ്യക്തികളെയും മറ്റും കണ്ടുകൊണ്ടുള്ള ആദ്യഘട്ട പര്യടനം പൂർത്തിയായി വരികയാണെന്നും സ്ഥാനാർത്ഥി പ്രതികരിച്ചു. BJP നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രശസ്ത ചിത്രശില്പ കലാകാരൻ ഗണപതി മാസ്റ്ററുടെ സ്മരണയ്ക്കായി മാർച്ച് 10 കൂറ്റനാട് പെരിങ്ങോട് ഗുരുസ്മരണീയം പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പ്രശസ്ത ചിത്ര ശില്പകലാകാരൻ ഗണപതി മാസ്റ്ററുടെ 85ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പെരിങ്ങോട് ഗുരുസ്മരണീയം എന്ന പേരിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോട് പൂമുള്ളി ട്രസ്റ്റ് അങ്കണത്തിൽ മാർച്ച് 10 വൈകിട്ട് 4:30 പരിപാടി. പുരസ്കാര സമർപ്പണം, അനുസ്മരണം, ചിത്രപ്രദർശനം, വാദ്യലയ വിസ്മയം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. ഗണപതി മാസ്റ്ററുടെ ശിഷ്യരുടെ സംഘടനയായ ഗണപതിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഗണപത് രക്ഷാധികാരി PM നാരായണ നമ്പൂതിരിപ്പാട് അനുസ്മരണ പ്രഭാഷണം നടത്തും. ജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഹേമയ്ക്ക് ഈ വർഷത്തെ ഗണപതി മാസ്റ്റർ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും. ചിത്രപ്രദർശനവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. രണ്ടാമത്തെ പരിപാടിയാണ് ഇവിടെ പെരിങ്ങോട് വെച്ച് നടത്തുന്നത്. അത് പൂമുള്ളി മനക്കിൽ ട്രസ്റ്റിൻ്റെ അങ്കണത്തിൽ വെച്ചിട്ടാണ്. നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ആണത് സംഘടിപ്പിക്കുന്നത്. ഇത്തവണ അത് പാലക്കാട് ജില്ലയിൽ, പെരിങ്ങോടാവുകൊണ്ട് പാലക്കാട് ജില്ലയിലാണ്. ആ പാലക്കാട് ജില്ലയിലാവുകൊണ്ട് ഇവിടെ ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടിക്കാണ് ഇത്തവണ അത് നൽകുന്നത്. നേരം 4:30 പെരിങ്ങോട് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ നടത്തുന്നത്. അതിൽ ഈ ഗുരുസ്മരണീയം അവാർഡ് ദാനവും പുരസ്കാരം കൊടുക്കലും, അതോടുകൂടി ഗണപതി മാഷയുടെ സമകാലീന ചിത്രകാരന്മാരായ ആർട്ടിസ്റ്റ് നമ്പൂതിരി, അതുപോലെ അച്യുതൻ കൂടല്ലൂർ, ഇവരുടെയും മാഷയുടെയും ഒറിജിനൽ പെയിൻറ്റിങ്സിൻ്റെ ഒരു എക്സിബിഷൻ കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങൾ ആ പൂമുള്ളി ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടൊരു എക്സിബിഷനാണ്. കുറച്ച് സ്ഥലം ഉള്ളതിൽ ഞങ്ങളത് ഒറിജിനൽ ചിത്രങ്ങൾ മാത്രമേ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. അതോടുകൂടി ഇത് പരിപാടിയുടെ അവസാനം ഒരു ഇടയ്ക്ക വിസ്മയം, പെരിങ്ങോട് മണികണ്ഠൻ എന്നുള്ള ആളുടെ ശിഷ്യന്മാർ 8 പേര് കൂടിയിട്ട് അവരൊരു ഇടയ്ക്ക വിസ്മയവും അങ്ങനെ ചെറിയൊരു പരിപാടിയോടുകൂടി 2 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഗണപത് പ്രസിഡന്റ് ശില്പി ജനാർദ്ദനൻ, സെക്രട്ടറി ഗിരീശൻ ഭട്ടതിരിപ്പാട്, സുരേഷ് ബാബു എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. തലയോലപ്പറമ്പെന്ന് വന്നിട്ട് പിറവത്തുള്ള തലയോലപ്പറമ്പെന്ന് വന്ന് പെരിങ്ങോട് വന്നു ചേർന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ഒരു അധ്യാപകൻ എന്നതിലുപരി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഞങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അനവധിയാണ്. നമുക്ക് വിരലിൽ എണ്ണാവുന്നത് എന്ന് മാത്രമല്ല, പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ജോലിക്കാരും അതുപോലെ തന്നെ ഈ ചിത്രകലാരംഗത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. കലാമണ്ഡലം കൂടിയാട്ട വിഭാഗം റിട്ടയർഡ് മേധാവി ഗുരു കലാമണ്ഡലം ഗിരിജ എഴുതിയ ശ്രീപ്രസാദം ഗുരുവന്ദനം ഒരു നങ്ങ്യാർകൂത്ത് അവതരണത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച നടക്കും. വൈകിട്ട് 6 മണിക്ക് ചെറുതുരുത്തി കഥകളി സ്കൂളിൽ മൃണ്മയിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തക പ്രകാശനം കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കലാമണ്ഡലം ശൈലജയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഒറ്റപ്പാലം NSS കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ ശാലിനിയുടെ മോഹിനിയാട്ട അവതരണം നടക്കും. മൃണ്മയ ട്രഷറർ KB വിജയകുമാർ, കൂടിയാട്ട വിഭാഗം റിട്ടയർഡ് മേധാവി ഗുരു കലാമണ്ഡലം PN ഗിരിജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കലാമണ്ഡലം ഗിരിജ ഞാൻ തന്നെ എഴുതിയ ഒരു പുസ്തകം ഗുരുവന്ദനം, ശ്രീപ്രസാദം ഗുരുവന്ദനം ഒരു നങ്ങ്യാർകൂത്ത് അവതരണത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 40 വർഷമായി ഇപ്പോൾ നങ്ങ്യാർകൂത്ത് ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നങ്ങ്യാരിതര കലാകാരിയായ ഞാൻ തന്നെയാണ് 84 ഈ പത്മശ്രീ PK നാരായണൻ നമ്പ്യാശാൻ അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ അവതരിപ്പിച്ചത്. അപ്പോൾ 40 വർഷമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവതരണത്തിനെ കുറിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം ചെറിയൊരു പുസ്തകം ഞാൻ തയ്യാറാക്കി എഴുതി. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഇത് പുസ്തക പ്രകാശനം നടത്തുന്നത് പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഗുരു കലാമണ്ഡലം ശൈലജയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. അതിലെ ഉദ്ഘാടനം അധ്യക്ഷനൊക്കെ ഡോക്ടർ നീലകണ്ഠൻ മാഷാണ്. ഈ പരിപാടി കഴിഞ്ഞാൽ തുടർന്ന് ഒരു മോഹിനിയാട്ട കച്ചേരി ഉണ്ട്. ഡോക്ടർ ശാലിനി. ഇന്ന് മഹാശിവരാത്രി. മഹാവിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കാളകൂടം സ്വയം ഭക്ഷിച്ച പരമശിവനെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ രാവിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നടപടി.
തീരുമാനം പിൻവലിച്ചതിനെ തുടർന്ന് പട്ടാമ്പിയിലെ പ്രതിഷേധ പരിപാടി ആഹ്ലാദ പരിപാടിയായി മാറി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസം 50 പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന നിർദ്ദേശമാണ് നിലവിലുണ്ടായിരുന്നത്. ഇത് നടപ്പാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം പിൻവലിച്ചത്. വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു നിർദ്ദേശം പിൻവലിച്ചത്. പട്ടാമ്പിയിലും പ്രതിഷേധം പിൻവലിച്ച സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ആഹ്ലാദ പ്രകടനം നടത്തി. ഒരു ദിവസം 100-ലധികം പേരാണ് സബ് RTO ഓഫീസിന് കീഴിൽ ഡ്രൈവിംഗ് നടത്തുന്നത്. കാലങ്ങളായി ഇങ്ങനെയാണ് നടന്നു വരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിൽ പരിഷ്കാരങ്ങൾ വരുന്നതിന്റെ ഭാഗമായാണ് ഒരു ദിവസം 50 പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന നിർദ്ദേശം ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചത്. പെട്ടെന്നുള്ള നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകാരെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള പ്രതിഷേധവും ഉണ്ടായി. ഇതോടെയാണ് ഉത്തരവ് പിൻവലിച്ചത്. പട്ടാമ്പി RTO ഓഫീസിന് കീഴിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ശങ്കരമംഗലം ഗ്രൗണ്ടിലും നിരവധി ആളുകളാണ് വ്യാഴാഴ്ച രാവിലെ ടെസ്റ്റിനെത്തിയത്. ഉത്തരവ് പിൻവലിച്ചതോടെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തി. വേണ്ടത്ര മുൻകരുതലുകളില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിൽ അശാസ്ത്രീയമായ പരിഷ്കരണം നടപ്പാക്കരുതെന്ന ആവശ്യവും ഉണ്ടായി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PS രവി, മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, ഷെജീർ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിലെ 14 ജില്ലകളിലെയും RTOമാരെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് കൂടുകയും ഇന്നു മുതൽ, അതായത് 7-ാം തീയതി മുതൽ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലും 50 പേരെ മാത്രമേ പങ്കെടുപ്പിക്കൂ എന്നുള്ള ഒരു നിയമം നടപ്പിലാക്കുകയും ചെയ്തു. ഇത് ഇന്നലെ വളരെ വൈകിട്ടാണ് ഈ തീരുമാനം ഞങ്ങളൊക്കെ അറിയുന്നത്. 2008 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നോട്ട് നിരോധിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ മന്ത്രി ഇന്നലെ ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റപ്പോൾ മന്ത്രിക്ക് തോന്നിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാനുള്ളത്. ഇത് മാത്രമല്ല, ഈ മേഖലയിൽ വലിയ പരിവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി അതിന് പറയുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന നിയമമാണ് എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അത് വിരുദ്ധമാണ്. ഈ മേഖല നിരവധി വർഷങ്ങളായി വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. കാരണം അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അന്നു മുതൽ ഞങ്ങൾ ഈ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ വലിയ ആശങ്കയിലാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർക്കുലറിൽ ഈ ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിക്കുന്ന യാതൊരു ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കേരളത്തിലെ പ്രത്യേകിച്ച് LDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇതുപോലുള്ള തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് പൊതുപ്രവർത്തകനു നേരെ വധശ്രമം. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കോട്ടോൽ മാനങ്കണ്ടത്ത് അബ്ദുൾ ഗനിയെയാണ് മർദ്ദിച്ചത്. കൈക്കും തലയ്ക്കും പരിക്കേറ്റ അബ്ദുൾ ഗനിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ നിന്നും ചാലിശ്ശേരിയിലെ ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന ഗനിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന സംഘം പെരിങ്ങോട് റോഡിന് സമീപത്ത് വെച്ച് ബൈക്കിൽ നിന്നും ചവിട്ടി താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും തുടർന്ന് ഗനിയുടെ ബൈക്കിനു കുറുകെ ഇവരുടെ ബൈക്ക് നിർത്തി തടയുകയും തലയ്ക്കും കൈക്കും നിരവധി തവണ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ ഗനി പോലീസിനെ ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പെരുമ്പിലാവിൽ തമ്പടിച്ചിരുന്ന പോലീസ് സ്ഥലത്തെത്തുകയും ഗനിയെ മർദ്ദിച്ച 2-അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പോലീസിന് ഞാൻ നിരന്തരമായിട്ട് കുന്നളം പോലീസിന് പറയുകയും ചെയ്തായിരുന്നു, ഇങ്ങനെ വിഷയമുണ്ട്, അതുകൊണ്ട് പിന്നെ പിടിക്കണം. പക്ഷെ പോലീസ് അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പിന്നെ ഇന്നലെ ഒരു കടയിൽ വന്നിട്ട് കുറേ ഈ ഷഹീർ എന്ന് പറയുന്ന ഒരുത്തനും വേറെ ഏതോ ഒരു പയ്യനും കൂടി കടയിൽ വന്നിട്ട് ഒരുപാട് തെറി പറഞ്ഞിട്ട് പോയി. അപ്പോഴും നമ്മൾ കുഴപ്പമില്ലാന്ന് വെച്ചിട്ടിരുന്ന്. പിന്നീട് ഞാൻ എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന വഴി ചാലിശ്ശേരിയിലെത്തിയപ്പോൾ എന്നെ അവർ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ചാലിശ്ശേരി പെരുങ്ങോട് റോട്ടിലേക്ക് അവരുടെ ബൈക്ക് പിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എന്നെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട്. ചാലിശ്ശേരി സ്വദേശി ഷഹീറും കണ്ടാലറിയുന്ന മറ്റൊരാളുമാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഗനി വ്യക്തമാക്കി. ഗനിയുടെ സ്വദേശമായ കോട്ടോലിലെ സ്ഥിരം സാമൂഹിക വിരുദ്ധരായ കഞ്ചാവ്, MDMA ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരായ പ്രതികൾക്കെതിരെ ഗനി പോലീസിൽ നൽകിയ പരാതിക്കെതിരെയുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം. ആഴ്ചകൾക്ക് മുമ്പ് ഗനിയുടെ സഹോദരൻ താഹയെയും സംഘം മർദ്ദിച്ചിരുന്നു. ഇതിലെ മുഖ്യപ്രതി ആനപ്പറമ്പിൽ സിദ്ദിഖ് മകൻ ഷാഫി ഗൾഫിലേക്ക് മുങ്ങുകയായിരുന്നു. ഖനിക്ക് നേരെയുള്ള ഇപ്പോഴത്തെ ആക്രമണവും ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയതെന്നും കൊട്ടേഷൻ സംഘമാണ് ഇതിനു പിന്നിലുള്ളതെന്നും ഗനി പോലീസിൽ പരാതി നൽകി. കുന്നംകുളം ചാലിശ്ശേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പട്ടാമ്പി നഗരസഭയിൽ PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിൽ PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്.
നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. ചിലർക്ക് അവസാന ഗഡു 40,000 മാത്രം ലഭിക്കാനുള്ളവരുമുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലാണ് അത് പൂർത്തീകരിച്ച് 40,000 കൂടി ഗഡു നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം വെച്ച് ചേർത്തുള്ളത്. നമുക്ക് പലർക്കും അറിയാം, ചിലപ്പോൾ ചിലരുടെ വീടിനൊരു ഗോവണിക്ക് ഹാൻഡ് റെയിൽ മാത്രമേ വെക്കാണ്ടാവുള്ളൂ. അത് വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് ലാസ്റ്റ് ഗഡുവിന് അപേക്ഷിക്കാൻ പറ്റാത്തവരായിട്ട് ഇരിക്കുന്നവരാണ് മിക്കവരും. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. ചിലവർക്ക് 2 ഡോറ് വെക്കാൻ പറ്റാത്തവരാണ്. നമുക്ക് 4ാം ഗഡു കൊടുക്കണമെങ്കിൽ പുറകുവശത്തും മുൻവശത്തും ഡോറ് വയ്ക്കുക, ടോയ്ലറ്റ് റെഡിയാക്കുക, അടുക്കള ശരിയാക്കുക, പിന്നെ കോണി വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റെയിൽ വയ്ക്കുക. ഇത്രയാണ് മാനദണ്ഡങ്ങൾ നോക്കുന്നുള്ളൂ. എന്നാൽ അവർക്ക് വീട്ടു നമ്പർ കിട്ടാൻ പ്രയാസമില്ല. വീട്ടു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4ാം ഗഡും 40,000 കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ചെറിയ പണികൾ മാത്രം ചെയ്യാൻ സാധിക്കാത്തവർ പലരുണ്ട്. ഇപ്പം നമ്മൾ ഈ നാടകത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ടായി അല്ലേ. വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ രാജൻ, പി. വിജയകുമാർ, കവിത, റുക്കിയ, കെ.ആർ. നാരായണസ്വാമി, കെ.ടി. ഹമീദ്, മനോജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീയുടെ രംഗശ്രീ നാടകവും അരങ്ങേറി. നമ്മുടെ കുഞ്ഞിപ്പാത്തിന്റെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന ശരീരമായിരുന്നു അതിന്റെ മോളാ. അല്ല, ആ കുട്ടിക്കല്ലേ ഇപ്രാവശ്യത്തെ PMA പാസ്സായിരിക്കുന്നത് ഇത്ര കാലമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പൊ അവര് വീട്ടുകാരൊന്നും സഹായിക്കില്ലേ, സ്നേഹിച്ച് കഴിക്കണം. ചാലിശ്ശേരി കൂവേശ്വര ശിവഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, നിർമാല്യം, അഭിഷേകം, നിവേദ്യം, ബ്രഹ്മകലശം, തുടർന്ന് ഉഷപൂജ, സോപാന സംഗീതം, പന്തീരടി പൂജ, ഉച്ചപൂജ എന്നിവയുണ്ടായി. മേൽശാന്തി തെക്കേടത്ത് നാരായണസുധൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ കേളിയോടുകൂടി വാദ്യസമർപ്പണവും ഭക്ഷണ വിതരണവും ഉണ്ടായി. ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിച്ച തിറയാട്ടം വൈകിട്ട് 6-ന് സമാപിച്ചു. തമ്പോലവാദ്യവും വൈകിട്ട് ദീപാരാധന, കേളി, തിരുവാതിരക്കളി, നൃത്തങ്ങൾ എന്നിവയും മിമിക്സ് കരോക്കെയും ഉണ്ടായി. രാത്രി 11:30-ന് യാമദ്രവ്യ കലശപൂജ, ശനിയാഴ്ച പുലർച്ചെ 5:30-ന് ബലി എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. ശിവഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് N.A. രാജൻ, സെക്രട്ടറി ബാലൻ കണ്ടമ്പുള്ളി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 11 മുതൽ 20 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഈ മാസം 11 മുതൽ 20 വരെ വിവിധ പരിപാടികളോടെ നടത്തുന്നതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവസപ്താഹയജ്ഞവും നടക്കുന്നുണ്ട്. 11 മുതൽ 18 വരെയാണ് സപ്താഹയജ്ഞം. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തോടുകൂടി 2024 മാർച്ച് മാസം 11 മുതൽ 20 വരെ 1199 കുംഭം 27 മുതൽ മീനം 7 വരെ ആഘോഷിക്കുകയാണ്. 11-ാം തീയതി മുതൽ 18 കൂടി സപ്താഹവും മാർച്ച് 18 വൈകുന്നേരം മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും ഭക്തി നിർഭരമായ പ്രഭാഷണങ്ങൾ, ബാലെ കലാപരിപാടികൾ, അന്നദാനം, ഡബിൾ തായമ്പക, മേളം, എഴുന്നള്ളിപ്പ് എന്നിവയുമായി സഹകരിക്കുകയും. പ്രതിഷ്ഠാദിനോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 11-ന് വൈകിട്ട് വിഗ്രഹഘോഷയാത്ര ഉണ്ടായിരിക്കും. തുറന്നു നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KP ശശികല ഉദ്ഘാടനം ചെയ്യും. ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിക്കും. തന്ത്രി കരിയന്നൂർ ഭവത്രാജ നമ്പൂതിരി ദീപപ്രജ്വലനം നിർവഹിക്കും. ഡോക്ടർ രേഖ R. കൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണവും നടക്കും. ഭദ്രദീപമെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി KP ശശികല ടീച്ചറാണ്. മുഖ്യാതിഥിയായിട്ട് സേവന ഹോസ്പിറ്റലിലെ ഡോക്ടർ രേഖ R. കൃഷ്ണൻ അവർക്കാണ് വരുന്നത്. ആശംസകൾ നൽകുന്നത് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജരായിട്ടുള്ള ശ്രീ BN പ്രസാദ് സാറും അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള RK മേനോൻ സാറുമാണ്. അന്നത്തെ ചടങ്ങിലെ മുൻ ഭാരവാഹികളുടെയും ഗ്രാമത്തിലെ ഏറ്റവും പ്രായം മുതിർന്ന
വ്യക്തികളെയും അതുപോലെ വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച മറ്റ് വ്യക്തികളെയൊക്കെ നമ്മൾ ആദരിക്കുന്നുണ്ട്. തുടർന്ന് ഭാഗവത സപ്താഹ മഹാത്മ്യം പ്രഭാഷണം ഉണ്ടായിരിക്കും. 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയായിരിക്കും. തുടർന്ന് 7 ദിവസങ്ങളിലായി ഭാഗവത പാരായണവും ഉണ്ടായിരിക്കും. ഓരോ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ സോപാന സംഗീതം, നാടകം, ഓട്ടംതുള്ളൽ, സംഗീത കച്ചേരി, നൃത്തനൃത്യങ്ങൾ, ഭരതനാട്യം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. 19-ന് രാവിലെ 10:30 സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ ഭക്തിപ്രഭാഷണവും 19-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാത്രി കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ, ചെയർമാൻ OP പുരുഷോത്തമൻ, സെക്രട്ടറി രമേഷ് കുമാർ, A ഗംഗാധരൻ, K കോമളം പച്ചോത്തെ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 10 ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് നട തുറക്കൽ, മലർ നിവേദ്യം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം 8 മണിക്ക് ജ്യോതിദാസ് ഗുരുവായൂർ അവതരിപ്പിക്കുന്ന അഷ്ടപതി അരങ്ങേറും. വൈകിട്ട് 3-ന് 3 ആനകളുടെ അകമ്പടിയോടെ പള്ളിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, തിടമ്പിറക്കി പൂജ എന്നിവയ്ക്ക് ശേഷം 3:30-യോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് തിറ, പൂതൻ തുടങ്ങിയ ആചാര എഴുന്നള്ളിപ്പുകൾ ഉത്സവപ്പറമ്പിലേക്ക് എത്തും. 7 മണിക്ക് ദീപാരാധന, 8-ന് നാദസ്വരം, 9-ന് സന്ധ്യാവേല എന്നിവയ്ക്ക് ശേഷം 9:30-ക്ക് ഡബിൾ തായമ്പകയും നടക്കും. പൂരാഘോഷം നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച, അതായത് മാർച്ച് 10-ാം തീയതി ആണ് ആഘോഷിക്കുന്നത്. എല്ലാ കൊല്ലത്തെയും പോലെ വളരെ നന്നായി ഗംഭീരമായി വാദ്യഘോഷങ്ങളോടുകൂടി വിവിധ വരവ് കമ്മിറ്റികളുടെ പരിപാടികളോടുകൂടി വളരെ നന്നായി ക്രമീകരിച്ച് നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ദേവസ്വം വക 3 ആന എഴുന്നള്ളിപ്പോടുകൂടി 3 മണിക്ക് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ കീഴടമായ പള്ളിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് പഞ്ചവാദ്യത്തോടുകൂടി ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് അണിനിരന്ന് പിന്നീട് അതിന് ശേഷം മേളത്തോടുകൂടി ആയത് അവസാനിക്കുന്നതാണ്. അതിന് ശേഷം 6 മണിയോടുകൂടി 6 മണിക്ക് ശേഷം വിവിധ വരവ് കമ്മിറ്റികളുടെ വക ശിങ്കാരിമേളം, തെയ്യം, തിറകളി തുടങ്ങിയിട്ടുള്ള പരിപാടികളോടുകൂടി ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.